റൈഡേഴ്സിൻ്റെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട സ്ഥലമായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഈ ഒരു വാൽപ്പാറ. മഴക്കാലാണെങ്കിൽ പറയേ വേണ്ട, വേറൊരു വൈബ് തന്നെയാണ് ഈ ഒരു സ്ഥലം. സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വാൽപ്പാറയിലെ ചിന്നക്കല്ലാർ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഹൈലൈറ്റ് നമ്മൾ പോകും വഴിത ഒരു ചെറിയ കൊമ്പനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരികെ പോണ സമയത്ത് നമ്മുടെ മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിലെ ഒറ്റയാനായ കബാലിയുടെ മുന്നിലും നമ്മൾ പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോയും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാം. മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ വരുന്നവർ മിക്കവരും തന്നെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആളിയാർ ഡാം വഴി ഇറങ്ങി പോവാണ് പതിവ്. പക്ഷെ നമ്മുടെ ഈ ഒരു വാൽപ്പാറയിൽ കാണാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. കാര്യം ചിന്നക്കല്ലാർ വാട്ടർഫോൾസ് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. പക്ഷെ അവിടേക്ക് പോകുന്ന വഴി അടിപൊളിയാണ്. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് അടിപൊളി ഒരു റൈഡ് ആസ്വദിക്കാനായിട്ട് പറ്റും. ഇവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ഈ ഒരു ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് നല്ലമുടി കൂടെ നമുക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ വാൽപ്പാറ ടൗണിൽ നിന്നും റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഈ കാണുന്നതാണ് നീരാർ ഡാം. നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും മുമ്പാണ് നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ഒരു വ്യൂ കാണുന്നത്. റോഡിൽ മൊത്തം ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങി മഴയൊക്കെ പെയ്യാനുള്ളൊരു സെറ്റപ്പിലാണ് നിന്നിരുന്നത്. ഇവിടെ മഴ പെയ്താലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ വഴിക്കൊക്കെ നിറച്ചും അട്ടകളായിരിക്കും. അപ്പോൾ ഈ ആളുകളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അട്ടേനെയൊക്കെ പിടിച്ചാൽ നമ്മൾ പോണ വഴിക്കൊക്കെ ഇട്ടിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ കാലിൽ കയറും. നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയപ്പോൾ നല്ല മഴയായിട്ടോ. ഈ കാണുന്നതാണ് ചിന്നക്കല്ലാർ വെള്ളച്ചാട്ടം. കാര്യം ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്, പക്ഷേ അടിപൊളിയാണ്. ഇവിടേക്ക് വരുന്ന വഴികളൊക്കെ കാണാനായിട്ട്. ഇതിൻ്റെ മേലെ ഭാഗത്തേക്കും നമുക്ക് പണ്ട് പോകുമായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ തൂക്കുപാലൊക്കെ കാണാം. അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും വിടുന്നില്ല. ഇപ്പോൾ അങ്ങടേക്കേ വിടുന്നില്ല എന്ന് തോന്നുന്നു. അവിടെ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഒരു 50 രൂപ എടുത്തിട്ട് ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ നിന്നിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാം, അത്രേ ഉള്ളൂ. ആദ്യം ഇതിൻ്റെ മേലേക്ക് പോകാമായിരുന്നു. ആ ഒരു തൂക്കുപാലത്തിൽ കൂടെ അങ്ങനെ നടന്ന് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗത്ത് എത്താം. അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇങ്ങനെ മഴ പെയ്ത് നിറച്ച അട്ടയൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു പാറയുടെ പുറത്ത് കയറി കുറേ നേരം മഴയൊക്കെ കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരികെ പോന്നു കേട്ടോ. ശരിക്കും മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിൽ മഴ പെയ്ത അടിപൊളിയാണ് കാണാൻ. പക്ഷേ കാലിലൊക്കെ അട്ട കയറും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പുല്ലിലൊന്നും ഇറങ്ങാണ്ട് പാറയുടെ പുറത്തൊക്കെ കയറി നിൽക്കുന്നത്. പിന്നെ നമ്മളിവിടെ കണ്ടത് ഈ ഒരു ആനയാണ്. ഈ ഒരു റൂട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനകളെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഭാഗ്യം വേണം, എനിക്ക് വല്ലപ്പോഴൊക്കെയാണ് കിട്ടാറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2 ആനകൾ അവിടെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു ആനകളുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് അധികം നേരം അതിനെ നോക്കി നിൽക്കാനൊന്നും പറ്റിയില്ല. മാത്രമല്ല നമുക്ക് സമയം ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിൽ ആനയെ കാണാമെന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. എനിക്കിതിനു മുന്നേ കിട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്കങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു ആനനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമയം ഏകദേശം 3:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4 മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റ് അടക്കണം. അങ്ങനെ മനസ്സോടെയാണ് നമ്മൾ ഈ ഒരു ആനയെ വിട്ടിട്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് പോയത്. പക്ഷെ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ കേട്ടൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ആന ഇറങ്ങി നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതായത് നമ്മുടെ കബാലി അവിടെ നിന്ന് വണ്ടികളൊന്നും വരുന്നില്ല, റോഡിൽ പനയും മരമൊക്കെ മറിച്ചിട്ട് അങ്ങ് നിൽക്കുകയാണെന്നാണ് കേട്ടത്. ഓൾറെഡി നമ്മുടെ ഫോറസ്റ്റിലുള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങടേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോയത്. ചിലപ്പോൾ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല, അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്നുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു റൂട്ട് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എതിരേന്ന് ഒറ്റ വണ്ടികളും വരുന്നില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ഒറ്റ വണ്ടികൾക്കും അവിടെ നിന്ന് ഇങ്ങടേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല എന്ന്. ഇവിടെ കബാലി ഇടയ്ക്കിടയ്ക്ക് റോഡിൽ ഇറങ്ങാറുണ്ട്. ആൾക്ക് മദ്യപാടിൻ്റെ സമയത്തൊക്കെ റോഡിൽ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആളിപ്പോൾ റോഡിൽ തന്നെ അങ്ങ് നിലയുറപ്പിച്ച് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം അമ്പലപ്പാറ എത്താറായി, എന്നിട്ടും വണ്ടികളൊന്നും കാണുന്നേ ഇല്ല. അവിടെ നിന്ന് വണ്ടികളൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല കട്ട സീനാന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആ ഒരു പന മറിച്ചിട്ട് ഒരു സ്ഥലത്തെത്തി. പന മാത്രമല്ല, പനയോടൊപ്പം ഒരു മരം കൂടെ മറിച്ചിട്ടിട്ടുണ്ട്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ചീനിക്കാസ് ബസ്സാണ് കിടക്കുന്നത്. അതിന് ബാക്കിലായിട്ട് മറ്റുള്ള ആളുകളുടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തും വണ്ടികൾ ബ്ലോക്കായിട്ട് നിൽക്കുന്നെങ്കിലും ആന അവിടെ നിന്ന് കൂളായിട്ട് നിന്ന് പന തിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്തെ ഭാഗത്ത് ഫോറസ്റ്റിൻ്റെ വണ്ടിയും കിടക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഫ്രണ്ടിൽ കിടക്കുന്നത് ചീനിക്കാസ് ബസ്സാണ്.
അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ ഈ ഒരു കബാലി റോട്ടിൽ പന മറിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ്റെ മുഖം ഒന്ന് കാണാൻ പറ്റി. ഇത്രയും നേരം അങ്ങടേക്ക് തിരിഞ്ഞ് പന തിന്നുകൊണ്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ അതേ ആളൊന്ന് ഇങ്ങടേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇതേ സമയം അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഫോറസ്റ്റുകാർ ആനയെ മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആന മാറുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന അവിടെ നിന്ന് മാറി. അവിടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, ആ വഴിക്ക് ആന അങ്ങ് നടന്നു പോയിട്ടോ. അപ്പോൾ ആ ദേഷ്യം കൊണ്ട് അവിടെ കിടന്ന 2-3 വണ്ടികളൊക്കെ ആൾ നല്ല തട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തായതുകൊണ്ട് നമ്മളതൊന്നും കണ്ടില്ല. നമ്മൾ ഈ ഒരു പനയുടെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആന അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ബസ്സിലെ ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ആ ഒരു പനയും മരമൊക്കെ മുറിച്ച് മാറ്റലും റോഡ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോൾ റോഡ് കുറച്ചങ്ങ് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ 2 വീലറുകളൊക്കെ അവർ കടത്തി വിട്ടു തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ 2 വീലറുകളൊക്കെ ബസ്സിന് ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ ഫ്രണ്ടിലെത്തി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആന റോഡിലൂടെ തന്നെയാണ് നടന്നു പോയിട്ടുള്ളത്. ആന കുറച്ചും കൂടെ മുന്നിൽ ചെന്ന് അവിടെ നിന്നു. റോഡ് പിന്നെയും ബ്ലോക്കായി. പിന്നെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയ നമ്മുടെ ഈ ഒരു കൊമ്പൻ്റെ വീണ്ടും തിരിച്ച് ആ ഒരു പനയുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴാണ് ഈ കാണുന്ന 2 വീലറുകളൊക്കെ ഫ്രണ്ടിലായത്. അപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു എല്ലാവരും വണ്ടി അവിടെ വെച്ചിട്ട് വഴി മാറി കൊടുത്തോളാം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ആ വണ്ടികളൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നത്. അത്രയും 2 വീലറുകൾ ആ ഫ്രണ്ടിൽ വരാൻ കാരണം അതാണ്. കാരണം ആന പോയെന്ന് വെച്ചിട്ടാണ് എല്ലാ വണ്ടികളും കടത്തി വിട്ടത്. പക്ഷെ ആന കുറേ ദൂരം പോയിട്ടും ഇറങ്ങി പോകണ്ടായിരുന്നില്ല. പോയ വഴി കൂടെ തന്നെ ആന ഇപ്പോൾ തിരിച്ച് എത്തിയേക്കാണ്. തൊട്ടടുത്ത് കിടക്കുന്നത് ആ ഒരു ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോഴേക്കും റോഡൊക്കെ ഏകദേശം ക്ലിയർ ചെയ്ത് നമ്മുടെ ബസ് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ സൈഡിലാണ് എല്ലാവരും സേഫായിട്ട് നിൽക്കുന്നത്. എല്ലാവരും ശരിക്കും പേടിച്ചു. കാരണം എല്ലാവരും വണ്ടി ഫ്രണ്ടിലാണ്, ആളുകളൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ആന അവിടെ തന്നെ നിൽക്കുക. പിന്നെ ആ ഒരു നിൽപ്പ് എത്ര മണിക്കൂർ അവിടെ അങ്ങനെ നിന്നൂന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഏകദേശം വെട്ടമൊക്കെ ഉണ്ട്. നമ്മൾ 8 മണിയായിട്ടും ഇവിടെ നിന്ന് നമുക്ക് പിന്നെ പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആന അവിടെ വന്ന് ഒരേ നിൽപ്പ്, ആളുകൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ആ ഒരു റോട്ടിൽ. പിന്നെ ലൈറ്റ് ഇടുന്നതൊക്കെ ഫോറസ്റ്റ് വണ്ടിയാണ്. ആന അനങ്ങുന്ന സമയത്തൊക്കെ അവർ ലൈറ്റ് ഇടും. അപ്പോൾ ആന പിന്നെയും ഒന്നങ്ങ് നിൽക്കും, വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ അവർ കുറേ കഷ്ടപ്പെട്ടു. നമുക്ക് വണ്ടികളൊന്നും തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം അത്രയും ബ്ലോക്കാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ പറ്റില്ല ആന നിൽക്കണ കാരണം. ബൈക്കിലുള്ള ആളുകളൊക്കെ ഈ ഒരു ബസ്സിൻ്റെ സൈഡ് പിടിച്ച് നിൽക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആന വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മളും ഇവിടെ അനങ്ങാണ്ട് അങ്ങനെ നിന്നു. ഈ ഒരു വിഷ്വലിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും ഫോറസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ടിലാണ് ആന അങ്ങനെ നിൽക്കുന്നത്. പിന്നെ ബസ്സും തൊട്ടപ്പുറത്ത് സൈഡിലുണ്ട്. അതിൻ്റെ ബാക്കിലാണ് എല്ലാ ആളുകളും നിന്നത് കേട്ടോ. അപ്പോഴേക്കും രാത്രിയായി. ആനയ്ക്ക് അപ്പോഴും അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ എന്തായാലും ആളുകളൊക്കെ ഇവനെ നോക്കി നിൽക്കാമല്ലോ, എന്നാൽ പിന്നെ റോട്ടിൽ നിന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞേക്കാമെന്ന് നമ്മുടെ ആശാൻ വിചാരിച്ചു തോന്നുന്നു. പിന്നെ ആശാൻ അവിടെ നിന്നിട്ട് റോട്ടിൽ നിന്നുകൊണ്ട് അങ്ങ് ഉറക്കം തുടങ്ങി. അതും ഏകദേശം 1-1.5 മണിക്കൂർ അങ്ങനെ നിന്നുറങ്ങി. നമ്മളൊക്കെ ഇതൊക്കെ ഇവിടെ നോക്കി നിന്ന് കാണാമെന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ സൂം ചെയ്തിട്ടാട്ടോ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടുത്തായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ആശാൻ അവിടെ റോട്ടിൽ നിന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു വെട്ടം നമ്മുടെ ആ ഒരു ബസ്സിൻ്റെയും ഫോറസ്റ്റ് വണ്ടിയുടെയും വെട്ടമാണ് അതിൻ്റെ ആ ഒരു ദേഹത്തേക്ക് ഇങ്ങനെ അടിച്ച് നിൽക്കുന്നത്. ഇതിനിടയിൽ പെട്ടുപോയത് കുട്ടികളെ കൊണ്ടുവന്നവരും അല്ലാതെ പ്രായമായ ആളുകളൊക്കെയാണ് പെട്ടുപോയത്. കാരണം ഒരു കാട്ടിൽ ഒറ്റപ്പെടുമ്പോൾ ഒരു ഫുഡുണ്ടോ വെള്ളമുണ്ടോ ഒന്നും ചിലവരുടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നവരൊക്കെ കുറേ പേര് പെട്ടുപോയിരുന്നു. പോരാത്തതിന് നല്ല മഴയായിരുന്നു രാത്രി കഴിഞ്ഞപ്പോൾ. നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല ദൂരെയാണ് നിൽക്കുന്നത്. ഇതാ കണ്ടത്, സൂം ചെയ്യുമ്പോഴാണ് ഇത്രയും അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ആന നല്ല ദൂരെയാണ് നിൽക്കുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ അവരുടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയും ബസ്സുമാണ് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ആശാൻ്റെ ഉറക്കമൊക്കെ മാറി. ആശാൻ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം ആളുടെ പന ഈ ഒരു ബസ്സിൻ്റെ ബാക്ക് വശത്തായിട്ട് ആണ് കിടക്കണേ. അപ്പോൾ അങ്ങടേക്ക് പോകാനാണ് നോക്കണേ. പക്ഷേ ബസ്സും ഫോറസ്റ്റ് വണ്ടിയും കിടക്കുന്നതുകൊണ്ട് ആൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആൾ പെട്ടങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആനയ്ക്ക് തന്നെ തോന്നുന്നു ഒന്ന് വഴി മാറിക്കൊടുത്ത് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്ക് പന തിന്നാലോ എന്നുള്ള രീതിയിൽ ആരും ഓടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. ആന സ്വയം അവിടെ നിന്ന് വഴി മാറാണ് ചെയ്തത്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 4:30 ആ ഒരു ടൈമായി. ഇപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞു. അത്രയും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ആന ആ ഒരു റോട്ടിൽ നിന്ന് മാറി. അത്രയും മണിക്കൂറുകൾ ഇവിടെ ആളുകൾ ഇതൊന്ന് മാറാൻ വേണ്ടി കാത്തിക്കായിരുന്നു. എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആന ഒന്ന് നമുക്ക് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഒരു ഗ്യാപ്പിൽ ഒത്തിരി വണ്ടികൾ കടത്തിവിടാനാണ് നോക്കണത്. പക്ഷേ ഇവിടെ ഒത്തിരി വണ്ടികൾ
സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടേക്കണോണ്ട് പിന്നെയും ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റോഡിലുള്ള വണ്ടികളൊക്കെ തന്നെയാണ് ആദ്യം പോയത് നമ്മുടെ ചീനിക്കാസ് ബസ്സും കുറച്ച് കാറൊക്കെയാണ്. അതിനുശേഷമാണ് ഈ ഒരു സൈഡിൽ നിന്ന ടൂ വീലറുകളൊക്കെ പോയി തുടങ്ങിയത്. കുറേ നേരം ആന ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ, വണ്ടികളൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അവിടെ നോക്കി നിന്നു. കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷമാണ് ഫോറസ്റ്റുകാർ എല്ലാ വണ്ടികളും കടത്തി വിട്ട് തുടങ്ങിയത്. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ബസ് കടന്നു പോയി. അതിനുശേഷമാണ് നമ്മളെല്ലാവരും പോയത്. ഒരുപാട് കിലോമീറ്റർ വണ്ടികൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ പോയതിന് ശേഷം ആന വീണ്ടും റോട്ടിലിറങ്ങിയെന്നാണ് അറിഞ്ഞത്. പിന്നെ ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ പിറ്റേ ദിവസം കേട്ടോ വരാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ഈ ഒരു ആന കയറി നിന്ന ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് കടന്നു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആനയൊക്കെ കാണാൻ ആഗ്രഹിച്ചു വന്നവർക്ക് ഭയങ്കര ഒരു ത്രില്ലിങ് മൊമെൻ്റ് തന്നെയായിരിക്കും. പക്ഷെ പെട്ടുപോയവർക്ക് ഈ ഒരു യാത്ര സത്യത്തിൽ വെറുക്കപ്പെട്ട ഒരു ദിവസം തന്നെയായിരിക്കും. കാരണം പിന്നെ പെയ്തൊരു മഴ നിന്നത് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസവും മറ്റോ ആണ്. അവിടെ നിന്നൊരു മഴ കിട്ടിയിട്ട് ഞങ്ങൾ വീടെത്തും വരെ മഴയായിരുന്നു. അപ്പോൾ അവിടെ ആ റോഡിൽ കിടന്നവരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഇത്രയും പേര് ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കടന്നു പോകുന്നവരാണ്. നമുക്കും ഒരു ഭാഗ്യം കിട്ടി ആ ഒരു സമയത്ത് കടന്നു പോരാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാടിനുള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് വേണം യാത്ര ചെയ്യാനായിട്ട്. അവരുടെ ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അത് ചിലപ്പോൾ മിനിറ്റുകളാവാം, മണിക്കൂറുകളാവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനെ ഒരു അൺഫോർഗറ്റബിൾ മലക്കപ്പാറ യാത്ര തന്നെയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തി. ബാക്കിയുള്ളവർ പിറ്റേ ദിവസം എത്തിയതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.